കാർഷിക വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ ഗോസമൃദ്ധി ഇൻഷുറൻസിൽ 100 രൂപ പ്രീമിയം അടച്ചാൽ ക്ഷീര കർഷകർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. 50% പ്രീമിയം സബ്സിഡിയിൽ പശുക്കൾക്കും പരിരക്ഷയുണ്ട്. നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രീമിയം നിരക്ക് ഏറ്റവും കുറവുള്ള പദ്ധതിയാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന ഗോസമൃദ്ധി നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഇൻഷുറൻസ്. പശുക്കൾക്ക് മാത്രമല്ല ഉടമകൾക്കും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. പദ്ധതിയിൽ 1 വർഷം, 3 വർഷം എന്നീ കാലയളവുകളിലേക്കുള്ള പോളിസികളാണുള്ളത്. 2 മുതൽ 10 വയസ്സുവരെ പ്രായമുള്ള പശുക്കളെയും എരുമകളെയും ഇൻഷുർ ചെയ്യാം. സങ്കരയിനം പശുക്കൾക്കും മറ്റ് നാടൻ പശുക്കൾക്കും പരിരക്ഷ കിട്ടും. കറവയുള്ളവയാണെങ്കിൽ പ്രതിദിനം കുറഞ്ഞത് 7 ലിറ്ററെങ്കിലും ഉൽപാദനമുള്ളവയാകണം. 7 മാസത്തിനു മുകളിൽ ഗർഭമുള്ള പശുക്കൾക്കും എരുമകൾക്കും ഇൻഷുർ ചെയ്യാം. പരമാവധി ഒരു കർഷകന്റെ 5 പശുക്കളെ വരെ ചേർക്കാം. ചുരുങ്ങിയത് 10,000 രൂപ മുതൽ 65,000 രൂപയ്ക്ക് വരെ ഇൻഷുർ ചെയ്യാം. ക്ഷീര കർഷകർക്ക് പശുക്കളുടെ ഇൻഷുറൻസിനൊപ്പം പരമാവധി 5 ലക്ഷം രൂപയുടെ വരെ വ്യക്തിഗത അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ 60% കർഷകർക്കും ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുന്നില്ലെന്ന പഠനങ്ങൾ. കർഷകർക്ക് ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പകൾ കിട്ടാൻ ബുദ്ധിമുട്ടേണ്ടി വരുന്നുവെന്ന പഠനങ്ങൾ തെളിയിക്കുന്നു. ഭൂരിഭാഗം കർഷകർക്കും വായ്പയുടെ കാര്യത്തിൽ നിരന്തരമായ അവഗണനകൾ നേരിടുന്നുണ്ട്. മതിയായ ഈടിന്റെ അഭാവം, അതിസങ്കീർണമായ നടപടിക്രമങ്ങൾ, സാമ്പത്തിക സാക്ഷരതയില്ലായ്മ എന്നിവ പ്രധാന വെല്ലുവിളികളാണ്. 60%-ലധികം കർഷകർക്കും ബാങ്കിംഗ് വായ്പ ലഭ്യമല്ലെന്നാണ് പഠന റിപ്പോർട്ടുകൾ. ഇത് കർഷകരെ കൂടിയ പലിശയ്ക്ക് ബാങ്കിതര സ്ഥാപനങ്ങളെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്രതിവർഷം 30 മുതൽ 40% വരെ പലിശ നിരക്ക് ഈടാക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവർ വായ്പ എടുക്കേണ്ടി വരുന്നുവെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പുതിയ കാർഷിക രീതികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാൻ സാമ്പത്തിക പരിമിതികൾ മൂലം കർഷകർക്ക് സാധിക്കാതെ വരുന്നു. ഇത് മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമത കുറയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്രത്തിന്റെ കർഷക രജിസ്ട്രിയിൽ അംഗമാകാതെ സംസ്ഥാനങ്ങൾ. പകുതി കർഷകരെ പോലും രജിസ്ട്രിയിൽ ചേർക്കാനായിട്ടില്ല. പഞ്ചാബ്, ഹരിയാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ് ഇനിയും അംഗങ്ങളാകാത്തത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവ ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലായി 10.01 കോടി കർഷകരിൽ ഇതുവരെ 4.52 കോടി കർഷകർ രജിസ്റ്റർ ചെയ്യുകയും കർഷക ID കാർഡുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭൂവുടമകളായ എല്ലാ കർഷകരുടെയും രേഖകൾ കർഷക രജിസ്ട്രി നിലവിൽ സമാഹരിക്കുന്നുണ്ട്. ഭൂരഹിത കർഷകരെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തും. കർഷകരുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ പ്രയോജനപ്പെടുത്താനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. രജിസ്റ്റർ ചെയ്ത എല്ലാ കർഷകർക്കും ആധാർ അടിസ്ഥാനമാക്കിയുള്ള കർഷക ID നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മറയൂരിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 1000 ഏക്കർ തരിശുഭൂമിയിൽ കൃഷിയിറക്കി. 16 ഗോത്രവർഗ ഗ്രാമങ്ങളിലെ 1000 ഏക്കറിലാണ് കൃഷി. തരിശായി കിടക്കുന്ന സ്ഥലം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കാട് വെട്ടിത്തളിച്ച പച്ചക്കറി വിത്തുകൾ പാകിയിരിക്കുകയാണ് മറയൂരിലെ ഗോത്രവർഗ ഗ്രാമങ്ങൾ. കോടികൾ വിലമതിക്കുന്ന പച്ചക്കറികളാണ് ഇവിടെ വിളവെടുത്തത്. കാട്ടുകൂർക്ക, വിവിധ ഇനം ബീൻസുകൾ, റാഗി, കപ്പ, ചോളം, കാട്ടുപടവലം, തൈലപ്പുല്ല്, സൂര്യകാന്തി പൂക്കൾ തുടങ്ങിയവയാണ് മറയൂരിൽ കൃഷി ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം വനാവകാശ നിയമപ്രകാരം വിട്ടുകിട്ടിയതാണ് ഭൂമി. 2024 ആദ്യ സീസണിൽ മാത്രം 307.697 ടൺ കാട്ടുകൂർക്ക വിറ്റു. ഇതിലൂടെ മാത്രം 1.5 കോടി രൂപയുടെ വരുമാനം ഗോത്ര സമൂഹത്തിന് ലഭിച്ചു. 2023 നവംബർ മുതൽ മാർച്ച് വരെ 1066 ടൺ കൂർക്ക വിറ്റു. മറയൂരിലെ വനംവകുപ്പിന്റെ വിപണിയിലൂടെയും സ്വകാര്യ വ്യാപാരികളിലൂടെയും 2000 ടൺ കൂർക്ക വിറ്റിരുന്നു. ഇതുകൂടാതെ മറ്റു വിളകളും വിപണിയിലെത്തിക്കാൻ ഗോത്ര സമൂഹത്തിന് കഴിഞ്ഞു. എന്നാൽ വന്യജീവി ആക്രമണവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഈ കർഷകരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരുത്തി കൃഷി വ്യാപിപ്പിക്കാൻ പദ്ധതിയിട്ട് തെലങ്കാന. പുതിയ സീസണിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരുത്തി കൃഷി ചെയ്യും. കഴിഞ്ഞ വർഷം 17.70 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് പരുത്തി കൃഷി ചെയ്തിരുന്നത്. ഇത്തവണ ഖാരിഫ് സീസണിൽ 20.23 ലക്ഷം ഹെക്ടറിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരുത്തി കൃഷി ചെയ്യാനാണ് പദ്ധതി. കഴിഞ്ഞ വർഷം 2.2 ലക്ഷം ഹെക്ടറിൽ ചോളം കൃഷി ചെയ്തിരുന്ന സ്ഥലത്തുപോലും ഇത്തവണ പരുത്തി കൃഷി ചെയ്യാനാണ് സാധ്യത. തെലങ്കാനയിൽ 16.70 ലക്ഷം ക്വിന്റൽ നെൽവിത്ത്, 4.8 ലക്ഷം ക്വിന്റൽ ചോളം വിത്ത്, 450 ഗ്രാം വീതമുള്ള 89 ലക്ഷം പാക്കറ്റ് പരുത്തി വിത്തുകൾ, 1.35 ലക്ഷം ക്വിന്റൽ സോയാബീൻ വിത്തുകൾ എന്നിവ ആവശ്യമാണ്. വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് നഷ്ടം സംഭവിക്കുന്നതായി പരാതിയുണ്ട്. ഇടനിലക്കാരാണ് ഇതിന് കാരണമെന്നും ആരോപണമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാലദ്വീപിലേക്ക് 30 ടൺ അടയ്ക്ക കയറ്റുമതി ചെയ്ത ക്യാംകോ.
കൂടുതൽ വിപണി സാധ്യത ഉറപ്പാക്കാനുള്ള നീക്കം ശക്തം. കർഷകർക്ക് വിലസ്ഥിരത ഉറപ്പാക്കിക്കൊണ്ട് ആഗോളതലത്തിൽ അടയ്ക്ക വിപണി വികസിപ്പിക്കുകയാണ് സെൻട്രൽ അരിക്കനറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് എന്ന കാംകോയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് എ കിഷോർ കുമാർ കോഡ്ഗി പറഞ്ഞു. നിരവധി രാജ്യങ്ങളിലേക്ക് അടയ്ക്കയും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാനുള്ള അവസരങ്ങൾ സഹകരണ സംഘം അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്തോനേഷ്യ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയിലേക്ക് അടയ്ക്ക വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യം മ്യാൻമാറാണ്. ഇന്ത്യയിൽ അടയ്ക്ക ഉൽപ്പാദനത്തിൽ കാലാവസ്ഥ വെല്ലുവിളിയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ താറാവ് വളർത്തൽ നിരോധനം നീക്കിയിട്ടും പ്രതിരോധ വാക്സിൻ കിട്ടാനില്ല. നിരവധി കർഷകർ പ്രതിസന്ധിയിൽ. പക്ഷിപ്പനിയെ തുടർന്ന് താറാവ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതിനും വളർത്തുന്നതിനും ഡിസംബർ 31 വരെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ജനുവരിയിൽ നിരോധനം അവസാനിച്ചതോടെ കർഷകർ വീണ്ടും താറാവ് വളർത്തലിലേക്ക് ഇറങ്ങി. നിരോധനം പിൻവലിച്ച് മാർച്ച് 15-ന് സർക്കാർ ഉത്തരവിറങ്ങി. എന്നിട്ടും പ്രതിരോധ വാക്സിൻ കിട്ടാനില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ആണ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. നിശ്ചിത സമയപരിധി കഴിഞ്ഞാൽ വാക്സിൻ ഉപയോഗശൂന്യമാകുമെന്ന കാരണത്താൽ നിരോധന കാലത്ത് വാക്സിൻ ഉൽപ്പാദനം നിർത്തിയിരുന്നു. ഉൽപ്പാദനം തുടങ്ങിയാലും ആവശ്യമുള്ളത്ര വാക്സിൻ ലഭ്യമാകാൻ 2 മാസത്തിലേറെ സമയമെടുക്കും. ഈ സമയത്ത് രോഗം വന്നാൽ കൂട്ടത്തോടെ താറാവുകൾ ചത്തൊടുങ്ങുമെന്ന ഭീതിയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.